ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റോഫാസ് കിച്ചൺ വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു റെസിപ്പി പരിചയപ്പെടുത്തുന്നത് ചിക്കൻ പൈ ആണ്. അപ്പോൾ അതൊരു സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് എളുപ്പം തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കുന്ന ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് അതൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ ഈസിയായി റെഡിയാക്കി എടുക്കാം. ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ മാത്രം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതിന് ഞാനിവിടെ മാവ് കുഴച്ച് വയ്ക്കുകയാണ്. ഞാനിവിടെ മൈദ എടുക്കുകയാണ്. 1 കപ്പാണ്. ഇപ്പോൾ 2 കപ്പ് മൈദയാണ് ഇവിടുത്തെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 പൈ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 1 മതിയെങ്കിൽ 1 കപ്പ് മൈദ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പയും മൈദയും കൂടി നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഞാൻ ഈ മൈദയിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ എല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനിവിടെ ഒരു കോഴിമുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും മൈദയും കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ അധികം പുളിയില്ലാതെ തൈര് ഒരു 2.5 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഇതുപോലെ അല്പമായി നോക്കിയിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അത് ഹാർഡായി വരണ്ട, നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റ് മാവാണ്. അപ്പോൾ ഇത് നമുക്ക് 1 മണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു സോസ് തയ്യാറാക്കാം. ഞാനിവിടെ വൈറ്റ് സോസ് റെഡിയാക്കിയാണ്. ചൂടായ പാത്രത്തിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. മെൽട്ടാകുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തത്. അപ്പോൾ ഞാൻ 2ലുള്ള സോസാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഈ കട്ടയൊക്കെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ എല്ലാ കട്ടയെല്ലാം ഒക്കെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല കട്ടിയായ സോസ് റെഡി ആകുന്നുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുരുമുളക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചേർത്ത് നല്ലവണ്ണം നമുക്കിതുപോലെ ഒന്ന് സോസ് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന പരുവം നമുക്ക് സോസ് കറക്റ്റ് റെഡിയായി നല്ല തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് ആവശ്യമായത് ചിക്കൻ എടുക്കാം. ഞാൻ ചിക്കൻ ഇവിടെ എല്ലില്ലാത്ത ചിക്കൻ ചെറിയ പീസസായി ക്യൂബ്സായും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാനായി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലവണ്ണം കുരുമുളക് പൊടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് ഇത് ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലോണം മിക്സ് ചെയ്ത ഈ ചിക്കൻ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ഫ്രൈ പാനിൽ നമുക്ക് അല്പം ഓയിൽ ഒഴിച്ച് നമുക്ക് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതേ എണ്ണയിൽ തന്നെ ബാക്കി വന്ന എണ്ണയെ നമുക്ക് ഉരുളക്കിഴങ്ങ് കൂടി ഫ്രൈ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായി ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു 2 വലിയ സവാള ഞാനിവിടെ ക്യൂബ്സായി കട്ട് ചെയ്തത്, പിന്നെ ഒരു ക്യാപ്സിക്കമാണ് ചെറുതായി അരിഞ്ഞ് നമുക്ക് ഫ്രൈ പാൻ ഇട്ട് കൊടുക്കാം. അത് എണ്ണയിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അല്പം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കൊക്കെ നന്നായി അലിഞ്ഞ് വരുന്ന രീതിയിൽ വഴറ്റേണ്ട, ഏകദേശം ഒരു ആവറേജ് വഴന്ന് വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഞാനിവിടെ ചേർത്ത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും ചിക്കനും ഒക്കെ ചേർത്ത് നല്ലവണ്ണം എല്ലാം കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ എല്ലാം ഈ സോസും ഈ സവാളയും ചിക്കനും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ വേണ്ടൂ. ഇതാണ് നമ്മളെ ഫില്ലിങ്ങൊക്കെ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് വൈറ്റ് സോസിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വൈറ്റ് സോസ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ മസാലയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഈ വൈറ്റ് സോസും ചിക്കനും ഇതൊക്കെ കൂടി നല്ലവണ്ണം നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുത്ത് അവിടെ മാറ്റി വെക്കാം. നേരത്തെ കുഴച്ച് വെച്ച ഡോ അപ്പോഴത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതുപോലെ ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കൊണ്ട് തന്നെ. ഇനി നമുക്കിതിനെ 4 ബോൾസാക്കി മാറ്റാം.
അപ്പോൾ ഒന്നിന് 2 ബോൾസാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 2 കപ്പ് മൈദ കൊണ്ട് 4 ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ബോൾസ് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കിനി പരത്തിയെടുക്കാം. ഇപ്പോൾ നല്ല വലുതായി തന്നെ ഇതുപോലെ പരത്തിയെടുക്കുക. നിങ്ങൾ ഏതാണ് പാത്രം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള വലിപ്പത്തിലുള്ള നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ഓവനിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഓവനിൽ വെക്കാനുള്ള ഒരു പാത്രമാണ്. ഇതിലേക്ക് ഞാനിവിടെ ഒന്ന് ബട്ടർ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഓയിലായാലും മതി. നമുക്കിതുപോലെ തടവി കൊടുക്കാം. അതിലേക്ക് നമുക്കിതുപോലെ ഒരു ലെയർ ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് കൈ കൊണ്ട് ഇതുപോലെ എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴത്തൊക്കെ കറക്റ്റ് പാത്രത്തിനനുസരിച്ച് വരുന്നത് പോലെ നമുക്കിതുപോലെ കൈ കൊണ്ട് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതുപോലെ ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെയർ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ ചിക്കൻ ബേ ചീസ് ഇല്ലാതെ നമുക്കിതേപോലെ ഈ ഫില്ലിങ്സ് മാത്രം ഇട്ടിട്ടും ചെയ്തെടുക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ഈ കൂട്ടും കൂടി ഇതിലേക്ക് ചിക്കൻ്റെ ആ മസാലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ വടിയും ഒരുപോലെ തന്നെ വരുന്ന തരത്തിലേക്ക് നമുക്ക് മസാലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ചേർക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സ്പൈസിയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്കിതുപോലെ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതവിടെ മാറ്റി വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വേണ്ടി ഒരു ലെയറും കൂടി ഇതുപോലെ പരത്തിയെടുക്കാം. ഇതേപോലെ പരത്തിയെടുത്ത ശേഷം നമുക്കൊരു കത്തി കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ പീസ് എടുത്ത് ഇതിന് മുകളിലേക്ക് നമുക്ക് ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ 2 ഭാഗം ഇതേപോലെ അധികം ഇങ്ങനെ ഒട്ടിച്ച് വെക്കരുത്, എല്ലാം കഴിയുന്നത് വരെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്നും ഇതുപോലെ വെച്ച് കൊടുക്കുകയാവും. നമുക്കിതുപോലെ ഒന്ന് മടഞ്ഞിടുന്ന രീതിയിൽ നമുക്ക് ഓരോരോ പീസ് എടുത്തിട്ട് നമുക്കിതുപോലെ ആക്കി കൊടുക്കാം. പീസ് കൊണ്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിന് ശേഷമാണ് നമുക്കിതിനെ പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പാത്രത്തിൻ്റെ 2 ഭാഗം ഇതേപോലെ കൈ കൊണ്ട് നല്ലവണ്ണം പ്രസ് ചെയ്ത് ബാക്കി വരുന്ന ഭാഗം നമുക്കങ്ങ് മാറ്റി എടുക്കാം. അപ്പോൾ ഇതിന് കണക്കായിട്ട് നമ്മൾ ഏതാണ് എടുത്ത് അത് പാത്രത്തിന് കണക്കായിട്ടുള്ള ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു എഗ്ഗ് പൊട്ടിച്ചിട്ട് അതിനെ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്ക് നമുക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓവനിൽ വെച്ചാണ് ഈ പൈ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഓവന് 25 മിനിറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 150 ഡിഗ്രിയിൽ 25 മിനിറ്റാണ് ഓവൻ ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മുകളിൽ താഴെ ഹീറ്റ് വെക്കണം. അപ്പോൾ അതവിടെ നിന്ന് റെഡി ആകട്ടെ. ഇനി നമുക്ക് ഫ്രൈ പാൻ എങ്ങനെ നമുക്ക് തയ്യാറാക്കാം, വിത്തൗട്ട് ഓവണും കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് ഈസിയായി നമുക്ക് എങ്ങനെയൊക്കെ തയ്യാറാക്കിയെടുക്കാമെന്നും കൂടി നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു ഡോ ഞാനിവിടെ നല്ലവണ്ണം പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫ്രൈ പാൻ അല്പം ഓയിൽ തടവിയതിന് ശേഷം അതിലേക്ക് ഇതുപോലെ നമുക്ക് ഈ ഒരു ഡോ വെച്ച് കൊടുക്കാം. അപ്പോൾ പരത്തിയ മാവ് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഏത് ഫ്രൈ പാൻ ഇട്ട് അതിന് കണക്കായ രീതിയിൽ ഇതുപോലെ അകത്ത് ഇങ്ങനെ കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനേക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതുപോലെ ഹോൾട്ട് കൊടുക്കാം. അപ്പോൾ സെയിം സ്റ്റെപ്പ് തന്നെ. അപ്പോൾ ആദ്യം മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ മസാലയും ഇത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒരേപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഞാനിവിടെ ചില്ലി ഫ്ലെക്സ് ഇടുന്നുണ്ട്. കുറച്ചധികം തന്നെ നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് സ്പൈസിയാണ് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടം. അതുകൊണ്ട് കുറച്ചധികം തന്നെ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ഡോവും കൂടി നമുക്ക് പരത്തിയെടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ വരഞ്ഞെടുക്കാം.
അപ്പോൾ നമുക്ക് അതിനേക്കാൾ സിമ്പിളായി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ചിലർക്ക് അതേപോലെ പീസാക്കി ഒരു വലിയ പണി പോലെ തോന്നും, ഇങ്ങനെ മടിഞ്ഞിടുന്നത് പോലെ. അപ്പോൾ അതിനേക്കാൾ സിമ്പിൾ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് വലിക്കുമ്പോൾ നല്ല ഹോളായി വരും. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് നമുക്കൊന്ന് കൈ കൊണ്ടൊന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇതേപോലെ നമുക്ക് ഹോളായി കിട്ടും. ഇത് ഈസിയായി എളുപ്പം തന്നെ നമുക്ക് ഇതുപോലെ റെഡിയാക്കാം. അപ്പോൾ മറ്റേത് ഇങ്ങനെ മടിഞ്ഞിടുന്നാൽ കണ്ടപ്പോൾ തന്നെ ചിലപ്പോൾ ചിലർക്ക് മടിയാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഇതിനെക്കാട്ടിയും ഒന്ന് ഈസിയായി നമുക്ക് ഇതുപോലെ ഫ്രൈ പാനിൽ തന്നെ ചെയ്തെടുക്കാം. ഇതിനുള്ളിൽ നമുക്ക് എഗ്ഗും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര ഈസിയായി തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. മറ്റേത് നമുക്ക് കാണാൻ നല്ലൊരു ലുക്കും കൂടി കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് അടച്ച് വെക്കാം. ലോ ഫ്ലെയിമിൽ നമുക്കൊരു ഇതിൻ്റെ താഴെ വേണമെങ്കിൽ ഒരു പ്ലേറ്റോ ഒരു മൂടി എന്തെങ്കിലും വെച്ച് നമുക്കിതുപോലെ ഒരു 10 മിനിറ്റ് ഒരു വശം നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം ഒരു 10 മിനിറ്റ് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വേറൊരു ഫ്രൈ പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ വശവും കൂടി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. നല്ല പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ലൊരു ഫില്ലിങ്ങുമായിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ പൈക്ക്. ഇപ്പോൾ നമ്മൾ രണ്ടേ വശവും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ ഫ്രൈ പാൻ ചിക്കൻ പൈയും കൂടി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഒരു ചിക്കൻ പൈയും കൂടിയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നല്ല ചൂടോടെ തന്നെ നമുക്കിത് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഓവനിൽ വെച്ച പയ്യ എന്തായാലും നോക്കാം. അപ്പോൾ അതവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതും ഇങ്ങും എടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ചിക്കൻ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരങ്ങളിൽ നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്സാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കണം. ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ കാണും, അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോത്തിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അപ്പോൾ എല്ലാവരും സേഫായി ഹെൽത്തി ആയിരിക്കുക. ഇനി അടുത്ത റെസിപ്പിയായി വരാം. അതുവരേക്കും ബൈ ഫ്രം റോഫാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്.